എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് സൺസ്ക്രീൻ പരിചയപ്പെട്ടാലോ. ഫസ്റ്റത്തെ സൺസ്ക്രീമാണ് നമ്മുടെ പ്ലിക്സിൻ്റെത്, പൈനാപ്പിൾ സൺസ്ക്രീമാണ് കേട്ടോ. രണ്ടാമത്തെ ഡാംടോക്ക് വയലറ്റ് കളറിലാണ് വരുന്നത്. SPF 50 പിന്നെ UV പ്രൊട്ടക്ഷൻ ഇതൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല ഞാൻ വാങ്ങിച്ചത്. ഞാൻ നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മളെ മുഖത്തിന് അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റി പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുമല്ല നന്നായിട്ട് ഫേസിൽ അബ്സോർവ് ആകുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് തന്നെ തോന്നില്ല. ചിലത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒലിക്കുന്ന പോലെ ഉണ്ടാവും മുഖത്തല്ലേ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ മുഖത്തിലുള്ള ഈ എണ്ണമയമൊക്കെ മാറ്റി എപ്പോൾ നല്ല ഫ്രഷായിട്ട് വെക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പ്ലിക്സും. ഇതും എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഈ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതും നമ്മളെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മുഖത്ത് ഒരു എണ്ണമയമൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ കുറേ സമയത്തേക്ക് നമ്മളെ മുഖം നല്ല ഫ്രഷ് ഫീലിംഗ് തരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും. പിന്നെ നമ്മളെ 90s ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത സംഭവം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു കുട്ടിക്കൂറ പൗഡറും ഒരു കൺമഷിയുണ്ട് നമ്മളെ മേക്കപ്പ് ആയല്ലേ. പക്ഷേ ഒരു 30 വയസ്സിന് ശേഷമാണോ ഇതെല്ലാം പണി കിട്ടി തുടങ്ങിയത്. കാരണം ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ മുഖത്തിൻ്റെ കാര്യം പോക്കാമെന്ന് എനിക്ക് മനസ്സിലായത് 30 വയസ്സിന് ശേഷമാണ് കേട്ടോ. ഫേസൊക്കെ ആകെ ഡള്ളായി കരിവാളിപ്പൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. അതെപ്പോഴാണ് എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞത്, ഞങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് നീ അവിടെ ഇരുന്നു ഈ സൺസ്ക്രീൻസൊക്കെ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മളെ പിടിച്ച് നിൽക്കുക ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനും വാങ്ങി. അപ്പോൾ ഡാംടോക്ക് അടിപൊളിയാണ് കേട്ടോ. പ്ലിക്സും മോശമൊന്നുമില്ല. അപ്പോൾ നിങ്ങളും വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.